പോളണ്ടിൽ എന്ത് സംഭവിച്ചു? പോളണ്ടിനെ പറ്റി നീ ഒരു അക്ഷരം മിണ്ടരുത്, എനിക്കത് ഇഷ്ടമല്ല. പോളണ്ടിനെ പറ്റി സംസാരിക്കരുത്, അതെനിക്ക് ഇഷ്ടമല്ല. എന്നാ പിന്നെ നമുക്ക് പോളണ്ടിനെ പറ്റി തന്നെ സംസാരിച്ചേക്കാം. വഞ്ചളിയായി പോയി. ടേക്ക് 2. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഭയങ്കരമായിട്ട് സ്വാഗതം. ഹലോ, ഹായ്, നമസ്തേ. If you're new to my channel, here we discuss all kinds of horror things, horror movies, horror stories, horror narrations, horror series, basically all things horror. And ഞാൻ myself ഒരു പ്രേതമാണ്. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോളണ്ടിലെ തന്നെ തേർഡ് മോസ്റ്റ് ഹോണ്ടഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനെ പറ്റിയിട്ടാണ്. പോളണ്ടിനെ പറ്റി ഇനി മിണ്ടിപ്പോയി ഞാൻ സഹിക്കില്ല. അപ്പൊ എങ്ങനെയാ, തുടങ്ങല്ലേ? ലെറ്റ്സ് ഗോ. പോളണ്ടിലെ അധികം ആൾക്കാരൊന്നും ഇല്ലാത്ത ഒരു ചെറിയ വില്ലേജിൽ ഇരുന്നുകൊണ്ട് ലോകം മുഴുവൻ വിറപ്പിച്ച് ഈ വീടിന്റെ പേരാണ് ദ പോൾട്ടർഗൈസ്റ്റ് ഹൗസ്. ഗൂഗിളിൽ പോയിട്ട് 24 യെലൻ റിൻസ്കി പോളണ്ട് എന്ന് സെർച്ച് ചെയ്ത്, ഐ ഹോപ്പ് ഐ ഗോട്ട് ദ പ്രൊനൗൺസിയേഷൻ റൈറ്റ്. No. Sorry, I'm not a native Polish speaker or even a casual Polish speaker. But anyway, ഇത് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ you will find more details about this house. അപ്പോൾ എങ്ങനെയാണ് ഈ വീട് ഇത്രയും പോപ്പുലർ ആയത്? പ്രൈമറി റീസൺ ഇസ് വേർഡ് ഓഫ് മൗത്ത്. ആ ഏരിയയിലുള്ള ആൾക്കാർക്കൊക്കെ ഈ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് വിഭ്രാന്തിയാണ്. Nobody goes near the house. The church refuses to send any more priests to perform a cleansing or an exorcism on that house. All in all, ആ വീടിന്റെ പേര് പറഞ്ഞ ആൾക്കാർക്ക് പേടിയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ വീട് ഇത്രയും സംഭവമായത്? നമുക്ക് ബാക്ക് സ്റ്റോറിയിൽ നിന്ന് തുടങ്ങാം. പോൾട്ടർഗൈസ്റ്റ് ഹൗസിന്റെ കഥ തുടങ്ങുന്നത് 1940-ലാണ്. വെൻ എ ഫാമിലി ഓഫ് 4 had this house built for them to live in. ഒരു അച്ഛൻ, ഒരു അമ്മ, 2 ചെറിയ പിള്ളേര്, ഇത്രയും പേരായിരുന്നു ആ വീടിന്റെ ആദ്യത്തെ താമസിക്കുന്ന ആൾക്കാര്. ഈ വീട്ടിലേക്ക് വന്ന് കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ പ്രശ്നങ്ങൾ തുടങ്ങി. ഇൻ ദ സെൻസ് ദാറ്റ് ആ അച്ഛനും അമ്മയും തമ്മിൽ സ്ഥിരം അടിയായിരുന്നു. And it got so bad that the neighbors were like, oh my god, ഇവരെന്ത് തലവേദനയാണ്, ഇവർ മിണ്ടാതിരിക്കുന്നില്ല, രാത്രി മുഴുവൻ അടിയും ബഹളമൊക്കെയാണ്. And the father started becoming more and more abusive. And he also started extending that abuse to the children. He used to like hit his wife and get into arguments with her. And then he also started hitting the children and abusing them. So much so that പിള്ളേരെ പബ്ലിക്ലി കാണുമ്പോഴൊക്കെ, പുറത്തൊക്കെ കാണുമ്പോഴൊക്കെ, they looked visibly beaten. ലൈക്ക് കണ്ടറിയാം ഉപദ്രവിച്ചിട്ടാണ്, ഉപദ്രവമൊക്കെ ഫേസ് ചെയ്യുന്നുണ്ട് പിള്ളേരെന്ന്. ആൻഡ് ദെൻ ദി അബ്യൂസ് ഗോട്ട് സോ വേഴ്സ് ദാറ്റ് ഇവൻച്വലി പിള്ളേരെ പുറത്ത് കാണാതെയായി. ആൻഡ് അങ്ങനെ പിള്ളേരെ കുറച്ച് കാണാതെ ആയി കഴിഞ്ഞിട്ട് കുറച്ച് നാളുകൾക്ക് ശേഷം പേരൻസിനെ കാണാതെ. ആൻഡ് നൗ ദി നെയ്ബേഴ്സ് ആർ ക്യൂരിയസ് അബൌട്ട് വാട്ട്സ് ഹാപ്പനിങ്, ബിക്കോസ് ആഫ്റ്റർ ഓൾ 2 ചെറിയ പിള്ളേരുണ്ട്. ആൻഡ് എവറി വൺ ഇസ് കൺസേൺഡ് അബൌട്ട് ദ സേഫ്റ്റി ആൻഡ് വെൽബീയിങ് ഓഫ് ദോസ് ചിൽഡ്രൻ. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ലോക്കൽസ് വീടിനകത്ത് എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ വേണ്ടിയിട്ട് അന്വേഷിക്കാൻ പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നത് ഇസ് ദാറ്റ് ദ പേരൻസ് ഹാവ് ഫ്ലെഡ്. അവരുടെ ബിലോങ്ങിങ്സും ഒക്കെ എടുത്തുകൊണ്ട് പേരൻസ് നാട് വിട്ട ലക്ഷണങ്ങളെല്ലാം കാണുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം പിള്ളേരുടെ സാധനങ്ങളെല്ലാം ആ വീട്ടിനകത്ത് തന്നെയുണ്ട്. പക്ഷെ പിള്ളേരെ ഒട്ട് കാണാനുമില്ല. അങ്ങനെ ദ ക്യൂരിയോസിറ്റി ഗെറ്റ്സ് ബെറ്റർ ഓഫ് ദെം. ദേ സ്റ്റാർട്ട് എക്സ്പ്ലോറിംഗ് ദ ഹൗസ് ആൻഡ് ഇവൻച്വലി ഫൈൻഡ് എ ബേസ്മെന്റ്. ആ ബേസ്മെന്റിൽ അവർ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ഇസ് ദാറ്റ് a lot of bloody tools are strewn around. കത്തി, വെട്ടുന്ന സാധനങ്ങൾ, അങ്ങനത്തെ കുറേ ഇത്. And there are also blood-stained clothes and bedsheets also to be found in the basement. And yet, പിള്ളേരുടെ ബോഡീസോ പിള്ളേരോ എങ്ങും കാണുന്നില്ല. അപ്പൊ ഈ വീട്ടിൽ കണ്ട ഫൈൻഡിങ്സിനെ ബേസ് ചെയ്തിട്ട് ലോക്കൽസ് എല്ലാം കൺക്ലൂഡ് ചെയ്യുവാണ് ദാറ്റ് ഇൻ എ ഫിറ്റ് ഓഫ് റേജ് ദ ഫാദർ ഹാസ് മർഡേർഡ് ദ ചിൽഡ്രൻ ആൻഡ് ഫിയറിംഗ് പണിഷ്മെന്റ് അയാൾ അയാളുടെ വൈഫിനെയും കൊണ്ട് കൺട്രി ഫ്ലീ ചെയ്തു. നൗ അൺഫോർച്ചുനേറ്റ്ലി ബിക്കോസ് ഹി ഡിഡ് നോട്ട് വാണ്ട് ടു ബി കൺവിക്റ്റഡ്, അയാൾ ആ പിള്ളേരുടെ ബോഡീസ് എവിടെയോ ഹൈഡ് ചെയ്തു. ആൻഡ് നല്ല കാര്യമായിട്ട് ഹൈഡ് ചെയ്തു, ബിക്കോസ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും ആൾക്കാർക്ക് ആ പിള്ളേരുടെ ബോഡി എങ്ങും കിട്ടിയിട്ടില്ല. ഇത് തന്നെയാണ് സത്യാവസ്ഥ എന്ന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. ഇത് ലോക്കൽസ് പറഞ്ഞു വെച്ചേക്കുന്ന സ്റ്റോറിയാണ്. ഇപ്പോഴും അവിടെ പോയി കഴിഞ്ഞാൽ ദ സ്റ്റോറി ഓഫ് ദ ഹൗസ് ഇസ് ദാറ്റ് ആ വീട്ടിനകത്ത് ആ ഫാദർ 2 പിള്ളേരെ മർഡർ ചെയ്തു, വൈഫിനെയും കൊണ്ട് ഫ്ലീ ചെയ്തു. ആൻഡ് അന്നത്തെ ആൾക്കാരെല്ലാം അത്ര ഒന്നും പ്രോഗ്രസീവ് ഒന്നും അല്ലായിരുന്നു. അതുകൊണ്ട് അവർ അവിടുത്തെ ഒഫീഷ്യൽസിനെയോ പോലീസിനെയോ ഒന്നും ഇതൊന്നും അറിയിക്കാനും പോയിട്ടില്ല. വിച്ച് മീൻസ് അവരെല്ലാവരും കൂടെ കളക്റ്റീവ്ലി ആ വീടിനെ അങ്ങോട്ട് മാറ്റി നിർത്തി. അവരാരും ആ വീട്ടിലേക്കൊന്നും പോകുന്നില്ല, ഇൻവെസ്റ്റിഗേഷൻസിനോ ഒന്നും ആരെ അറിയിക്കാനോ ഒന്നും ചെയ്യുന്നില്ല. ദ ഹൗസ് സ്റ്റുഡ് ലൈക്ക് ദാറ്റ്, abandoned and deteriorating until 1961. 1961-ൽ എന്ത് സംഭവിക്കുന്നു? 1961-ൽ ഈ വീട് ഒരു പുതിയ ഫാമിലി പർച്ചേസ് ചെയ്ത് താമസിക്കാൻ വേണ്ടിയിട്ട് they move in. It was a very small family, just the father, mother and a small daughter. അവർ വന്ന് 2ാമത്തെ ദിവസം തന്നെ കൃഷ്ണൻകുട്ടി പണി തുടങ്ങി എന്ന് പറഞ്ഞ പോലെ അവിടെയുള്ള ഈവിൾ സ്പിരിറ്റ്സ് അവരവരുടെ പണി തുടങ്ങി. സംഭവിക്കുന്നത് ഇതാണ്, രാത്രി കുട്ടി കിടന്നുറങ്ങിക്കൊണ്ടിരുന്നപ്പോഴേക്കും എണീറ്റ് കരയുന്നു. ഈ കുട്ടിയുടെ കരച്ചിൽ കേട്ടിട്ട് പേരൻസ് ഈ കുട്ടിയുടെ മുറിയിലേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച ഇസ് ദാറ്റ് ദ കിഡ് ഇസ്
hovering above the bed. Like she's awake and conscious, but she's like floating above the bed and screaming for help. ഇത് കണ്ട് പേരൻസ് ഞെട്ടിച്ചത്തു പോകുന്നു ആൻഡ് ഇമ്മീഡിയറ്റ്ലി ദേ കോൾ ദ പോലീസ്. അങ്ങനെ 1961 ആദ്യമായിട്ട് പോലീസ് ഒഫീഷ്യൽസ് ഈ വീട്ടിൽ കാലുകുത്തുവാണ്. 1961 ഒഫീഷ്യൽ റെക്കോർഡ്സും ഉണ്ടാവുന്നത് അബൌട്ട് ദ ഹിസ്റ്ററി ഓഫ് ദിസ് ഹൗസ്. കാരണം അന്നാണ് ആദ്യമായിട്ട് പോലീസ് അറിയുന്നത് ഈ വീട്ടിൽ വർഷങ്ങൾക്ക് മുന്നേ ഇതുപോലെ ഒരു ഡബിൾ മർഡർ പൊട്ടൻഷ്യലി നടന്നിട്ടുണ്ട്, പിള്ളേരുടെ ബോഡീസ് ഇതുവരെ കണ്ടിട്ടില്ല, ഈ മർഡർ കമ്മിറ്റ് ചെയ്തു എന്ന് പറയപ്പെടുന്ന ആൾ വൈഫിനെ കൊണ്ട് കൺട്രി ഫ്ലീ ചെയ്തിരിക്കുന്നു. ഇതെല്ലാം ഒഫീഷ്യൽ റെക്കോർഡ്സിൽ എൻ്റർ ചെയ്യുന്നത് 1961 ഈ ഫാമിലി റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ്. ദാറ്റ് ബീയിങ് സെഡ്, പോലീസ് വന്ന് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ ചെയ്ത് നോക്കുമ്പോഴേക്കും സാധനങ്ങൾ തന്നെ അലങ്ങുന്നു, ഒച്ചയൊക്കെ കേൾക്കുന്നു, എല്ലാവരും ഇങ്ങനെ ഞെട്ടി വരയ്ക്കുന്നു. അങ്ങനെ ആയപ്പോഴേക്കും പോലീസ് പറഞ്ഞു, ബൈ ഇത് ഞങ്ങളുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല, നിങ്ങൾ പള്ളീനെ വിളിക്കാൻ പറയുന്നു. അങ്ങനെ 1961 പള്ളിയും ആദ്യമായിട്ട് ഈ കേസിൽ ഇൻവോൾവ് ആവുകയാണ്. എനിവേ, അപ്പം പള്ളി ഇങ്ങനെ പല ഹയറാർക്കിയിലെ പ്രീസ്റ്റിനൊക്കെ വിടും ക്ലെൻസിങ് ചെയ്യാൻ. ലൈക്ക് a small sage cleansing to a full-fledged exorcism is conducted there. പക്ഷേ ഇതൊന്നും കൊണ്ട് ആ വീട്ടിലെ പാരനോർമൽ ആക്ടിവിറ്റീസിന് ശമനം ഉണ്ടാവുന്നില്ല. അങ്ങനെ സഹി കെട്ടിട്ട് 1961 മൂവ് ഇൻ ചെയ്ത ഫാമിലിയും അവസാനം ആ വീട് ഒഴിയുവാണ്. ഇൻ ദ കമ്മിങ് 10 years ഓൾമോസ്റ്റ് 30ഓളം ഫാമിലീസ് ആ വീട്ടിൽ താമസിക്കാൻ അറ്റംപ്റ്റ് ചെയ്യുന്നു. ആൻഡ് മോസ്റ്റ് ഓഫ് ദം എൻഡഡ് അപ്പ് ലീവിംഗ് ഇൻ ദ മിഡിൽ ഓഫ് ദ നൈറ്റ്, അബാൻഡനിങ് ദെയർ ബിലോങ്ങിങ്സ്. കാരണം അത്രയ്ക്ക് പ്രശ്നമായിരുന്നു അവിടെ. അങ്ങനെ വർഷങ്ങളോളം ആ വീട് അബാൻഡൻ ചെയ്തു നിന്നു. ഫാസ്റ്റ് ഫോർവേഡ് ടു 2015 എന്ത് സംഭവിക്കുന്നു? പ്രത്യേകിച്ചൊന്നുമില്ല. ആ ലോക്കൽ ഏരിയയിൽ, ആ വിസിനിറ്റിയിലുള്ള ഒരാളുടെ മോൾക്ക് ഇങ്ങനെ ഒരു സ്വപ്നം കിട്ടുന്നു, സെയിങ് ദാറ്റ് ഓൺ ദ വേ ടു വർക്ക്, ഒരു ബ്ലോഗർ ടൈപ്പ് ആളുണ്ട്, അയാളുടെ മോൾക്കാണ് ഈ ഡ്രീം കിട്ടുന്നത്. ദ ഡോട്ടർ ഡ്രീംസ് ദാറ്റ് ഓൺ ഹിസ് വേ ടു വർക്ക് ദർ ഇസ് എ ഹൗസ് വിച്ച് ഇസ് ഗോയിങ് ടു ഗെറ്റ് ടേൺഡ് ഇൻ ടു ആൻ എസ്കേപ്പ് റൂം, സോ ലൈക്ക് an amusement park sort of thing. അങ്ങനെ ഇയാൾ ഇതിനെപ്പറ്റി ക്യൂരിയസ് ആവുന്നു. അങ്ങനെ ഇയാൾ പോയി ഈ വീടിന്റെ ഹിസ്റ്ററി അന്വേഷിച്ച് 2015 ആദ്യമായിട്ട് ഈ വീടിന്റെ ബാക്ക് സ്റ്റോറിയും കാര്യങ്ങളെല്ലാം പുള്ളി മനസ്സിലാക്കുന്നു. ആൻഡ് ഹി ഡിസൈഡ്സ് ടു ഗോ ആൻഡ് എക്സ്പ്ലോർ ദ ഹൗസ്. ഹി എൻറ്റേഴ്സ് ദ ഹൗസ്, goes around the rooms, looks around and discovers something that kind of shocks him. കുറേ വർഷങ്ങൾക്ക് മുന്നേ ഇയാളുടെ കയ്യിൽ നിന്ന് ഒരു ടാലിസ്മൻ ലോസ്റ്റ് ആവുകയാണ്. ദാറ്റ് സെയിം ടാലിസ്മൻ വാസ് ഫൗണ്ട് ഇൻസൈഡ് ദിസ് ഹൗസ്. അയാളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ വീടിൻ്റെ അകത്ത് കാലുകുത്തുന്നത്. How did that talisman he lose a year ago end up here? He doesn't know. എനിക്കും അറിയില്ല. If you know, you can tell me. That incident sort of shakes him and he was like, okay fine, ഞാൻ ഈ വീട് purchase ചെയ്യുവാണ്. അങ്ങനെ 2015 ഈ ബ്ലോഗർ ആ വീട് വാങ്ങുന്നു. He makes several attempts to live in that house. ഒന്നും നടക്കുന്നില്ല. And experts conclude that this is because ആ പിള്ളേരുടെ ബോഡീസിനെ ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. And they were never given a proper burial. അതുകൊണ്ടാണ് ഹോണ്ടിങ്സ് കണ്ടിന്യൂ ചെയ്യുന്നതെന്നാണ് പേരൻസ് എക്സ്പേർട്സ് അവകാശപ്പെടുന്നത്. ബട്ട് ദർ ഇസ് another set of people who believe that ആ സ്ഥലം innately evil ആണ്. സോ 1940 ഈ വീട് പണിത് അങ്ങോട്ട് വന്ന ഫാമിലിയും വലിയ കുഴപ്പമില്ലാത്ത ഫാമിലി ആയിരുന്നു. ബട്ട് ബിക്കോസ് ഓഫ് ദി ഈവിൾ ഫോഴ്സസ് ദാറ്റ് വർ innately there, അവർ തമ്മിലും പ്രശ്നങ്ങളാവുന്നു. ആൻഡ് ഓൾമോസ്റ്റ് അമിറ്റിവിൽ സ്റ്റൈലിൽ ആ ഫാദർ വീട്ടുകാരെയൊക്കെ ഉപദ്രവിക്കാൻ തുടങ്ങുന്നു. ഇങ്ങനെ ഡിവൈഡഡ് ആയിട്ടാണ് എല്ലാവരും നിൽക്കുന്നത്. ബട്ട് എനിവേ ഹി ഡിസൈഡ്സ് ദാറ്റ് ഓക്കെ, എന്തായാലും ഞാനിത് ഇത്രയും പൈസ ഒക്കെ സ്പെൻഡ് ചെയ്തതല്ലേ, ലെറ്റ് ഇറ്റ് ബിക്കം എ ടൂറിസ്റ്റ് അട്രാക്ഷൻ ഫോർ പീപ്പിൾ ടു കം ആൻഡ് എക്സ്പ്ലോർ ആൻഡ് മേ ബി attempt something to calm that house down. So that is where we stand with the poltergeist house of 24 Jelen, Poland. I got it right, almost. എന്നോട് ചോദിക്കുവാണെങ്കിൽ this is less horror and more tragic. Two children suffer horrible tragedies at the hands of their father. We don't know what happened to them. അവർക്ക് ജീവിച്ചിരുന്നപ്പോഴേക്കും മനസ്സമാധാനം ഉണ്ടായിരുന്നില്ല, മരിച്ചപ്പോഴും they did not get a proper burial. അതിപ്പോൾ അവർ പ്രേതമായിട്ട് വന്നോ ഇല്ലേ എന്നുള്ളതിനെ പറ്റിയൊന്നും ഞാൻ കമൻറ്റ് ചെയ്യുന്നില്ല, എനിക്കിതിലൊന്നും വിശ്വാസമില്ല. ബട്ട് ഐ ബിലീവ് ഇറ്റ് വാസ് ട്രാജിക് വാട്ട് എവർ ഹാപ്പൻ ടു ദം. ആൻഡ് ഐ എം ഹോപ്പിംഗ് ദാറ്റ് ഇനിയെങ്കിലും someday people will find their bodies, find out the cause of death and put them to rest peacefully. That ends today's video. അപ്പോൾ I hope you guys liked the story. ഇനി ഇതുപോലത്തെ കൂടുതൽ horror stories, horror movie recommendations and general horror വർത്താനത്തിനായി don't forget to follow Unbelievable. Have a good day. Bye.